ശ്രീ അഖിൽ രവീന്ദ്രൻ, ഇവിടെ സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റത്തെ BJP എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അതായത് നമുക്കറിയാം, സർക്കാർ 2018 യുവതീ പ്രവേശനവുമായി സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്പം പോലും മാറിയിട്ടില്ല. പകരം അവർ ഇപ്പോഴും വികസനം കൊണ്ടുവരണം, 5 പൈസ സന്നിധാനത്ത് വന്നാൽ എന്താണ് കുഴപ്പം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. പക്ഷേ അവിടെ ഈ 5 പൈസ വരുമാനം എന്ന് പറയുന്നത് ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എങ്ങും എത്താതെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ദാഹജലം പോലുമില്ലാതെ 16ഉം 18ഉം മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ, വാഹന പാർക്കിങ്ങിന് കൃത്യമായ ഇടമില്ലാത്ത അവസ്ഥ, അങ്ങനെ കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം ക്യൂവിൽ തളർന്നു വീഴുന്ന അവസ്ഥ, ഇത്രയധികം പലപ്പോഴും പോലീസുകാരുടെ അടക്കം മോശമായ പെരുമാറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിൽ ഭക്തരെ അവഹേളിക്കാവുന്ന അല്ലെങ്കിൽ ദുരിതത്തിലാക്കാവുന്ന സമയങ്ങളിലൊക്കെ അത് നടത്തിയിട്ട് വീണ്ടും വികസനം, അതിനുവേണ്ടി ഇതാ കോടികൾ മുടക്കുന്നു എന്ന് പറയുന്ന കാപട്യം, ഇത് പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാട്ടാൻ BJP ഇനി മുതൽ ഏത് രീതിയിലുള്ള പ്രവർത്തനമാകും കാഴ്ചവെക്കുക? ഇതിനകത്ത് CPM പ്രതിനിധിയോടും LDF സർക്കാരിനോടും പറയാനുള്ളത്, നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വെളുക്കില്ല. ഇന്നലെ സംഭവിച്ചത്, കുറുക്കിന്റെ ദേഹത്ത് ചായം തേച്ചിറങ്ങി മഴ പെയ്തു, ആ ചായം മാറി, ആ കാപട്യം പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതാണ് ഈ സർക്കാരിന്റെ നിലപാട്. ഇതാണ് സർക്കാർ ഇന്നലെ അനുഭവിച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് അവസ്ഥ. കേരളത്തിലെ ഭക്തജനങ്ങളോട്, ഈ ലോകത്തുള്ള ഭക്തജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകാതെ, കേസുകൾ പിൻവലിക്കാതെ, ബഹുമാനപ്പെട്ട വിജയകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേസുകൾ പിൻവലിക്കാതെ, യുവതികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രായം ചെന്ന അമ്മമാരായിട്ടുള്ള മുതിർന്ന ആളുകളായിട്ടുള്ള ആളുകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുത്ത് അയ്യപ്പ ഭക്തന്മാരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആ കേസിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി ഈ സർക്കാർ എന്തെങ്കിലും നിലപാടെടുത്തോ? ഇതിൽ നിന്നും മാറി ചിന്തിക്കുവാൻ വേണ്ടി അവർ തയ്യാറായോ? അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യാതെ, ശബരിമലയിൽ പോകുന്ന ആളുകൾക്കറിയാം, ആ ശബരിമലയുടെ ഓരോ മലയും കടന്നു പോകുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യങ്ങൾ, മണിക്കൂറുകളോളം ക്യൂകളിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചെന്ന് ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇല്ലായ്മയിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിധി വെക്കാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഈ സർക്കാരിന്റെ സമയത്താണ്. ഇവർ ഒരു തരത്തിലും അയ്യപ്പ ഭക്തന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയോ ഒന്നും തന്നെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാൻ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സമ്മേളനത്തിൽ നിന്നും അവർക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ചർച്ചകൾ സന്ദീപാനന്ദ ഗിരിയാണോ ഇവിടെ ശബരിമല അയ്യപ്പനെ കുറിച്ച് പറയാൻ? KT ജലീലാണോ ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടത്? സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പന്മാരുടെ സംഗമം നടക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളാണ് ഈ സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയല്ല സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ടാണ് 623 പേരിലേക്ക് പോയിട്ടുള്ളത്. സർക്കാരിന്റെ മന്ത്രിമാരുടെ മുഴുവൻ എഫർട്ടും എടുത്തു, സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും എഫർട്ടുകൾ എടുത്തു, അവരുടെ എല്ലാ സഹായങ്ങളും ചെയ്തു. സർക്കാർ സംവിധാനങ്ങൾ ഒന്നിക്കുന്നു, വകുപ്പ് തല പ്രവർത്തനങ്ങൾ ഒന്നിക്കുന്നു, സഹകരണ മേഖലയിലെ പ്രവർത്തകര്, സഹകരണ മേഖലയിലെ ജീവനക്കാരെ ഒന്നിക്കുന്നു, സർക്കാർ വിഭാഗങ്ങളിലെ മുഴുവൻ ജീവനക്കാരെയും ഒന്നിപ്പിക്കുന്നു. CPM-ന്റെയും CIU-ന്റെയും DYFI-യുടെയും SFI-യുടെയും സംഘടനാ ശേഷി എല്ലാം ഉപയോഗിച്ചിട്ട് 623 പേരെ പങ്കെടുപ്പിച്ചെങ്കിൽ നാളെ പന്തളത്ത് നടക്കാൻ പോകുന്ന ഒരു സംവിധാനങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുമുള്ള എഫർട്ടും എടുക്കാതെ, ഒരു തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾ നടത്താതെ നാളെ പന്തളത്ത് നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം നിങ്ങൾ കണ്ടോളൂ. സർക്കാരിനുള്ള മറുപടിയാണ്, സർക്കാരിനുള്ള യഥാർത്ഥ ഭക്തന്മാരുടെ മറുപടിയാണ്. നിങ്ങൾ നടത്തുന്ന ഈ കപട രാഷ്ട്രീയം, ഇലക്ഷന് മുമ്പ് നിങ്ങൾ നടത്തുന്ന ഈ പുറത്ത് നാടകം, നിങ്ങൾ നടത്തുന്ന ഈ സ്ട്രാറ്റജി, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഭക്തജനങ്ങൾ അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക എന്നോ ആഗോള എന്നോ ഒക്കെ പേരിന് മുമ്പിൽ ഇട്ടാൽ അത് ലോകമാകുകയില്ല, ആഗോള തലത്തിലും ആകുകയില്ല. ഇത് കേവലം പത്തനംതിട്ട ജില്ലയിലെ കേരളത്തിലുള്ള കുറെ സഖാക്കന്മാരുടെ, സർക്കാർ ജീവനക്കാരുടെ, CPM സഖാക്കന്മാരുടെ സമ്മേളനം മാത്രമായി മാറി
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമലയെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശബരിമലയുടെ വികസനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതെങ്കിൽ, നിങ്ങൾ അതിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടെ നിൽക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കാപട്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. നിങ്ങൾ ഇതൊരു അയ്യപ്പനെ മുൻനിർത്തിക്കൊണ്ട്, അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട്, ശരണവിളികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ സമ്മേളനത്തിനെ മറയാക്കാൻ ശ്രമിച്ചത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ കേരളത്തിൽ യഥാർത്ഥ വിശ്വാസികളാണ് ഈ കേരളം ഭരിക്കേണ്ടത്. വിശ്വാസികളാണ് കേരളം ഭരിക്കേണ്ടത്. എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരെ ബഹുമാനിക്കുകയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന് കേരളത്തിന് വേണ്ടത്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ തന്നെ ഈ വിശ്വാസികൾക്ക് മേൽ കടന്നു കയറുന്ന ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സംവിധാനമായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറുകയാണ്. വലതുപക്ഷത്തെ നേതാക്കന്മാരുടെ പ്രസ്താവന നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ, നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവര് ഈ വിശ്വാസങ്ങൾക്ക് എന്ത് പ്രാമുഖ്യമാണ് കൊടുക്കുന്നത്, ഈ വിശ്വാസങ്ങൾക്ക് എന്ത് നിലപാടാണ് നിൽക്കുന്നത്. പക്ഷേ കേരളത്തില് വരുന്ന നേതാക്കന്മാർ, കേരളം ഭരിക്കേണ്ടത് ഈ വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ള വിശ്വാസികളെ സംരക്ഷിക്കുന്ന, ആചാരങ്ങളെ സംരക്ഷിക്കുന്ന, ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിവുള്ള സംവിധാനം ഈ കേരളത്തിലെ ഭരണത്തിലേക്ക് വരണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾ വികസിത കേരളം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട്, വികസിത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ മത വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. അതിന് ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് CPM സമ്മേളനം നടത്തിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നാളെ നടക്കുന്ന 12 നടക്കുന്ന സമ്മേളനവും ഇന്നലെ ഡൽഹി നടത്തിയ സമ്മേളനവും യഥാർത്ഥ ഭക്തന്മാരുടെ സമ്മേളനമായി മാറുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, CPM ജനങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തി നിർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ പോയിട്ടുള്ളത്. സർക്കാർ സംവിധാനം കേരളത്തിലെ ഭക്തജനങ്ങളോട്, ലോകത്തെ ഭക്തജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല.